നമസ്കാരം. എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ സാധാരണ പരിശോധനയെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. ശരിക്കും ഇതൊരു കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് പോലെയാണ്. എഞ്ചിൻ ഹൈവേയിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കില്ലേ, അതുപോലെ. പ്രധാന കാര്യം ഇത് വളരെ വിശ്വസനീയവും ചിലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോ എന്തിനാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്? ഇതിന് പ്രധാനമായും 2 ലക്ഷ്യങ്ങളുണ്ട്. അതായത്, നിലവിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും ഭാവിയിലെ റിസ്ക് പ്രവചിക്കാനും ഇത് സഹായിക്കും. ശരി, അപ്പോൾ ടെസ്റ്റ് സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നോക്കാം. തയ്യാറെടുപ്പ് മുതൽ കൂൾ ഡൗൺ വരെ ഓരോ ഘട്ടത്തിലും നിങ്ങളെ തുടർച്ചയായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എല്ലാവർക്കും ഒരു സംശയം കാണും, ഇത് സുരക്ഷിതമാണോ? ഒരു സ്ട്രെസ് ടെസ്റ്റിനിടെ വലിയ അപകടസാധ്യത വളരെ കുറവാണ്. 10,000-ൽ 5-ൽ താഴെ മാത്രം. ടെസ്റ്റ് കഴിഞ്ഞാൽ ഡോക്ടർമാർ നിങ്ങളുടെ റിസൾട്ടിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് നോക്കാം. ഈ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്നതിന്റെ ഓരോ സൂചനകളാണ് തരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ. ഇതെത്ര കൂടുന്നോ അത്രയും നല്ലതാണ്. അതുപോലെ വ്യായാമം നിർത്തുമ്പോൾ ഹൃദയമിടിപ്പ് എത്ര പെട്ടെന്ന് സാധാരണ നിലയിലാകുന്നു എന്നതും വളരെ പ്രധാനമാണ്. കൂടാതെ രക്തസമ്മർദ്ദത്തിലെ മാറ്റങ്ങളും ഇസിജിയിലെ ചില പ്രത്യേക പാറ്റേണുകളും ഡോക്ടർമാർ ശ്രദ്ധിക്കും. അതായത്, നിങ്ങൾക്ക് എത്ര നേരം വ്യായാമം ചെയ്യാൻ കഴിയുന്നു എന്നതുതന്നെ ആരോഗ്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോ ഈ കിട്ടുന്ന വിവരങ്ങളെല്ലാം വെച്ച് ഒരു റിസ്ക് സ്കോർ ഉണ്ടാക്കുകയാണ് അടുത്ത പടി. ഇതിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഡ്യൂക്ക് ട്രെഡ്മിൽ സ്കോർ. ഇത് നിങ്ങളുടെ റിസ്ക് എത്രത്തോളമുണ്ടെന്ന് തരംതിരിക്കാൻ സഹായിക്കുന്നു. ഈ സ്കോർ അനുസരിച്ചാണ് അടുത്ത ഘട്ട ചികിത്സ വേണോ വേണ്ടയോ എന്ന് ഡോക്ടർ തീരുമാനിക്കുന്നത്. അപ്പോ എന്താണിതിൽ നിന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്? ഇതൊരു ജയം അല്ലെങ്കിൽ തോൽവി ടെസ്റ്റ് അല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു വിശദമായ റിപ്പോർട്ടാണ്. ഈ കാര്യങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ഡോക്ടറുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമല്ലേ?